ഇന്ന് ഈ ഗിരിപ്രഭാഷണം പഠിപ്പിച്ചപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യം ടീച്ചർ പഠിപ്പിച്ചു. ഗിരിപ്രഭാഷണം പഠിപ്പിച്ചപ്പോ ശിഷ്യന്മാരുടെ സ്ഥാനത്തെ കുറിച്ച് ടീച്ചർ പഠിപ്പിച്ചു 7ാം ക്ലാസ്സില്. അതിലൊന്ന് വിളക്കിന്റെ ധർമ്മം. വിളക്കെന്ന് പറഞ്ഞാൽ വെളിച്ചം, ലൈറ്റ്. ലൈറ്റിന്റെ ധർമ്മം വെളിച്ചം നൽകണം. അതുപോലെ സത്യ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് സമൂഹത്തിൽ പ്രകാശം പരത്തുന്നവരായിരിക്കണം ക്രിസ്തു ശിഷ്യന്മാർ. കേട്ടതല്ലേ? ക്രിസ്തു ശിഷ്യന്മാർ എങ്ങനെയായിരിക്കണം? സത്യ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് സമൂഹത്തിൽ പ്രകാശം പരത്തുന്നവരായിരിക്കണം ആര്? ക്രിസ്തു ശിഷ്യന്മാർ. നിങ്ങളെല്ലാവരും പള്ളിയിലൊക്കെ വരാറുണ്ടല്ലോ അല്ലെ? പള്ളിയിൽ കഴിഞ്ഞിട്ടാണോ വരാറ്, അതോ പള്ളിയിൽ വിശുദ്ധ കുർബാന തുടങ്ങുന്നതിനും പാടാ വരാറ്? പള്ളി തുടങ്ങുമ്പോൾ വരാറുണ്ടല്ലേ? നമ്മുടെ ഈ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുൻപ് ഒരു പാട്ടൊക്കെ പള്ളിയിൽ പാടാറുണ്ടല്ലേ? നമ്മുടെ ക്വയർ ആ പാട്ട് പാടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് പാട്ടാണെന്ന്? വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഏത് പാട്ടാ? ഞാനിപ്പോ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലേ? ക്രിസ്തു ശിഷ്യന്മാർ എങ്ങനെയായിരിക്കണം? യേശു ക്രിസ്തുവിൽ നിന്ന് അവര് പ്രകാശം സ്വീകരിച്ച് ഈ ലോകത്തിൽ അവരാരായിരിക്കണം? പ്രകാശം നൽകുന്നവരായിരിക്കണം. നിങ്ങൾക്ക് ആ പാട്ട് കിട്ടിയോ? ആ പാട്ടിന്റെ ഒരു ക്ലൂവാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ഏത് പാട്ടാ? വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് വെളിവെന്നാണ് ആരംഭിക്കുന്ന. വെളിവ്. അതേത് പാട്ടാ? വോയിസ് മാത്രം. വോയിസ് മാത്രം ആ പാടുന്ന പാടാവോ ഒരുമിച്ച്? വോയിസ് ഗേൾസിനേക്കാൾ നന്നായിട്ട് പാടും ഇവിടെ എന്നാ ഞാൻ അറിഞ്ഞത്. ഗേൾസ് റെഡിയായിട്ടുണ്ടോ? വോയിസ് പാടുന്ന കേട്ടോ? പഠിക്കും ഒരുമിച്ച് അവരെ നോക്കിക്കണം. ഭംഗിയായിട്ടുള്ള പാടാൻ പഠിക്കും. അത് നിന്നും ഗേൾസ് പാടി കേൾപ്പിക്കാമോ അവരെ? ബോയ്സിന് ഒരു ലൈൻ ആയപ്പോഴത്തേക്കും പാട്ട് കഴിഞ്ഞു, കുർബാന തുടങ്ങാതെ കൊണ്ട് നിർത്തിയതാണ്. ആ ഗേൾസ് പാടിക്കേ. ശബ്ദം തീരെ പോരാ, ഉറക്കെ പാടിക്കേ. നിൻവെളിവാൽ കാണുന്നു വെളിവിയടിയ രകില ധാരമത വെളിവും നീ. നേരത്തെ ശിഷ്യന്മാർ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ? അതല്ലേ പാടുന്നേ? യേശു ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമായവൻ. അവിടെ നമ്മൾ എവിടെയാ പറയാറ്? പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും എവിടെയാ പറയാറ്? വെരി ഗുഡ്. ശ്രദ്ധിക്കാറുണ്ടല്ലേ? വെരി ഗുഡ്. അപ്പോ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമായവനിൽ നിന്ന് നാം പ്രകാശം സ്വീകരിച്ച് ആ പ്രകാശം നമ്മൾ ലോകത്തിന് കൊടുക്കണം. നിങ്ങളെ കാണുമ്പോ, നിങ്ങളോട് സംസാരിക്കുമ്പോ ഈ ലോകത്തിന് പ്രകാശം കിട്ടണം കേട്ടോ. അപ്പൊ പഠിക്കേണ്ടത് ഇങ്ങനെയാണോ? ചുമ്മാ വായിച്ചാൽ പോരാ. വായിക്കുന്നതിന്റെ എല്ലാത്തിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായെങ്കിൽ ആരോട് ചോദിക്കണം? ടീച്ചേഴ്സിനോട് ചോദിക്കണം കേട്ടോ. നിങ്ങൾ ടീച്ചേഴ്സ് പഠിക്കാൻ വന്നിരിക്കുക, ഞാൻ അവരിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് സംശയം വരുമ്പോൾ ആരോട് ചോദിക്കും? ടീച്ചേഴ്സിനോട് ചോദിക്കും. അപ്പോ ഇന്ന് നിങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് 7ാം ക്ലാസ്സിലെ കുട്ടികളിവിടെ വന്നതിനാണെന്നറിയാമോ? ഒരു ആരാധനാഗീതം പഠിക്കാനാണ് അല്ലെ? ഒരു ആരാധനാഗീതം പഠിക്കാൻ വരുന്നതിന് മുൻപ് ആരാധനകളെ കുറിച്ച്, പ്രാർത്ഥനകളെ കുറിച്ച്, ആരാധനാഗീതങ്ങളെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ അറിയണ്ടേ? വേണം. ആദ്യത്തേത് നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്?
ദൈവത്തോട് ഒരുപാട് വിശ്വാസമുള്ളതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? വെരി ഗുഡ്. ഉള്ള കാര്യം പറഞ്ഞു. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് ഒരാഗ്രഹം പറയാമോ? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ആണോ? Don't worry, I will talk to you in English. So why do you pray? Why do you pray? Take your time. Keep thinking. Why do you pray? ദൈവത്തോട് കണക്ഷൻ ഉണ്ടാകും. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് ഒരു കണക്ഷൻ ഉണ്ടാവാനാണ്, ദൈവത്തോട് അടുപ്പം ഉണ്ടാവാനാണ്, ദൈവത്തോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയാനാണ്, ദൈവത്തോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ദൈവത്തിൽ നിന്ന് നമുക്ക് കരുണ ലഭിക്കാനാണ്. അല്ലെ? നൊയമ്പിന്റെ സമയത്ത് മാത്രം നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, സ്ത്രീകൾക്ക് വരും. അതിലുണ്ട് എന്തിനും പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിന്റെ ആൻസർ. അതായത് നമ്മുടെ യോനയുണ്ടല്ലോ, യോന ഓർമ്മയില്ലേ? ഈ റിമെമ്പർ ജോന? ജോന, you remember what happened to him? Your name is that? No. Very good. You know what happened to Jonah? 3 days he was somewhere and later he was thrown to the shore and all those stuff. Yeah. യോന ദീർഘദർശി ഓർമ്മയില്ലേ? യോന ദീർഘദർശി 3 ദിവസം എവിടെയായിരുന്നു? ഒരു തിമിംഗലത്തിന്റെ ഉള്ളിലായിരുന്നു. ആ തിമിംഗലം എവിടെയായിരുന്നു? വെള്ളത്തിലായിരുന്നു. വൻകടലിൽ നിന്നേറിയവൻ യൗനാ ദിവ്യ പ്രാർത്ഥനയാൽ ഈയടിയാക്കും നിൻ കൃപയും വാതിൽ തുറക്കാറാകണമേ. സിംഹഗണത്തിൻ കുഴിയിൽ നിന്ന് ഏറിയ ദാനിയേലിനുടെ പ്രാർത്ഥനയാലേ നിൻ കൃപയും വാതിൽ തുറക്കാറാകണമേ. തീക്കുഴി തന്നിൽ നിന്നരികെ വന്ന ശിശു പ്രാർത്ഥനയാലേ ഈയടിയാക്കും നിൻ കൃപയും വാതിൽ തുറക്കാറാകണമേ. അപ്പൊ പ്രാർത്ഥിക്കുന്നത് ദൈവകൃപയുടെ വാതിൽ തുറക്കാനാണ്. We pray for God to come and open the doors of His grace, His care for us. He is looking out for you. When you pray, He will come and give all He can. So, ദൈവകൃപയുടെ വാതിൽ തുറക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ഇനി നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കാറ്? നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കാറ്? എങ്ങനെയാണ് പ്രാർത്ഥിക്കാറ്? കേൾക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കും. പക്ഷെ എനിക്കറിയുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കാറുള്ളത്. നമ്മൾ പാട്ട് പാടാറുണ്ട്, അല്ലെ? ആരാധനാഗീതം എന്ന് പാടാറില്ലേ? ആരാധനാഗീതങ്ങൾ പ്രാർത്ഥനകളാണോ? അപ്പൊ ചുമ്മാ ഒരു രസത്തിന് പാടാറോ? ആരാധനാഗീതങ്ങളും പ്രാർത്ഥനകളാണോ? ആരാധനാഗീതങ്ങള് പോയംസ് ആണോ? ആണോ? അല്ലേ? ആരാധനാഗീതങ്ങള് പോയംസ് അല്ലേ? ആണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് we pray either through a poem or a prose. നമ്മൾ പദ്യത്തിലൂടെയും ഗദ്യത്തിലൂടെയും പ്രാർത്ഥിക്കാറുണ്ട്. സംശയമുണ്ടോ? വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൻ കാണുന്നു വെളിവിയടിയാരകില ധാരമതാം വെളിവുണ്ണി കാന്ത്യാനങ്ങളെ നീ താതൻ. കാന്ത്യാനങ്ങളെ നീ താതൻ, അതൊരു പ്രാർത്ഥനയല്ലേ? ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നാ പറയുന്നത്. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ 2 തരത്തിലാണ്. എങ്ങനെയൊക്കെയാ? We pray through poems and prose. പദ്യത്തിലൂടെയും ഗദ്യത്തിലൂടെയും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയ്ക്ക് 2 പ്രാർത്ഥനാ കാലങ്ങളുണ്ട്. ഒരു വർഷത്തിൽ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ്
ഡിവൈഡ് ചെയ്തിരിക്കുക. ടൈം സോൺസ് ഉണ്ടെന്ന് പറയും. ഇതിൽ ആദ്യത്തെ ടൈം സോണില് സ്ലീവ പെരുന്നാൾ എന്നാ സെപ്റ്റംബർ 14 സ്ക്രീനിലുണ്ടല്ലേ, അല്ലെങ്കിൽ അറിയാതെ സെപ്റ്റംബർ 14 മുതല് അടുത്ത ഉയർപ്പ് പെരുന്നാൾ വരെ. അടുത്ത ഉയർപ്പ് പെരുന്നാൾ എന്നാ സെപ്റ്റംബർ 14 മുതല് അടുത്ത ഉയർപ്പ് പെരുന്നാൾ വരെ. അടുത്ത ഉയർപ്പ് പെരുന്നാൾ എന്താ? നമ്മൾ 26 ഈ വർഷത്തെ ഏകദേശം ഏപ്രിൽ മാസത്തിലാണ്. അത്രയും ഓർത്താൽ മതി കേട്ടോ. അപ്പോ 2025 സെപ്റ്റംബർ 14 മുതൽ ഈസ്റ്റർ വരെ, നെക്സ്റ്റ് ഈസ്റ്റർ വരെ we call it സ്ലീവ കാലം. ഈസ്റ്റർ മുതൽ 2026 സ്ലീവ പെരുന്നാൾ വരെ നമ്മൾ അതിനെ കെന്താ കാലം എന്ന് പറയും. സെപ്റ്റംബർ 14, 2025 എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണോ? Until 2026 Easter, we are having സ്ലീവ കാലം. And from Easter 2026, which will be more or less in the month of April, until September 14, 2026, we call it കെന്താ കാലം. കെന്താ കാലം എന്ന് പറയുന്നത് എന്താ? അതിന്റെ പേരിൽ തന്നെയുണ്ട്. കെന്താ കാലത്ത് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എന്തിനെ സ്മരിച്ചുകൊണ്ടാണ്? കെന്താന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് 7ാം ക്ലാസ്സിൽ. കെന്താന്ന് പറഞ്ഞാൽ സുറിയാനി വാക്കാം. നമുക്ക് കെന്താ സുറിയാനിലേക്ക് ഉണ്ട് ഇവിടെ അല്ലേ? ബാബ എവിടെ താമസിക്കുന്നത്? കെന്താന്ന് പറഞ്ഞാൽ അർത്ഥം കഴിഞ്ഞ ആഴ്ച 2 എൽപ്പന്മാരുണ്ടായിരുന്നു 7ാം ക്ലാസ്സിൽ. പറഞ്ഞുകൊണ്ട് പോവാം. നിങ്ങൾക്കറിയാമോ കെന്താന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കെന്താന്ന് പറഞ്ഞാൽ ഉയർപ്പ്, ഈസ്റ്റർ. അപ്പോ കെന്താ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്ത് സ്മരിച്ച് പാടുന്ന പാട്ടുകൾ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചാണ്. സ്ലീവ കാലത്ത് പൊതുവായി അനേക കാര്യങ്ങൾ നമ്മൾ ഓർക്കാറുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും ഈ ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ചും പരിശുദ്ധന്മാരെ കുറിച്ചും സഹദേവന്മാരെ കുറിച്ചും ഒക്കെ സ്ലീവ കാലത്ത് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോ നമ്മൾ 2 രീതികളിൽ പ്രാർത്ഥിക്കുന്നു. അത് പദ്യമാകാം. പദ്യം എന്ന് പറഞ്ഞാൽ പോയട്രി ഓർ പോയം ഓർ വി കോൾ ഇറ്റ് ഇൻ മലയാളം ആരാധനാ ഗീതങ്ങൾ. പ്രോസുമാവാം, ഗദ്യവുമാവാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന അത് ഗദ്യത്തിലുള്ളതാണ്. ഇറ്റ്സ് എ പ്രോസ്. 2 തരത്തിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് 2 കാലഘട്ടങ്ങളുണ്ട് സഭയുടെ ഒരു ആരാധനാ വർഷത്തിൽ. ലിറ്റർജിക്കൽ ഇയർ എന്ന് പറയും. We have 2. It's divided into 2. A liturgical year is divided into 2. 1 സ്ലീവ കാലം, 2 കെന്താ കാലം. മനസ്സിലായോ? അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരാധനാ ഗീതങ്ങൾ നമ്മൾ പാടുന്നതും പ്രാർത്ഥനകളാണ്. അപ്പൊ മനസ്സിലായില്ലേ? വെളിവുകൾ തന്നെ ഈശോ പാടി 3ാമത്തെ ലൈനിൽ എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങളെ കാത്തുകൊള്ളണമേ. അപ്പൊ എല്ലാ പാട്ടുകളിലും നാം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും വിചാരിക്കരുത് ആരാധനാ ഗീതങ്ങൾ വെറും പാട്ടുകൾ മാത്രമാണെന്ന്. ആരാധനാ ഗീതങ്ങളും പ്രാർത്ഥനകൾ തന്നെയാണ്. ഇത്രയും മനസ്സിലായോ? അപ്പൊ നമ്മൾ ദൈവത്തോട് പാട്ടുകളിലൂടെയും അല്ലെങ്കിൽ പ്രാർത്ഥനകളിലൂടെയും എല്ലാം പ്രാർത്ഥിക്കും. നമ്മുടെ സഭയ്ക്ക് നമ്മുടെ ലിറ്റർജിക്കൽ ഇയർ ആരാധനാ വർഷം എന്ന് പറയുന്നത് സ്ലീവായുടെ കാലം, കെന്തായുടെ കാലം. ക്ലിയറായോ? ഇനി അടുത്തത് യാമപ്രാർത്ഥനകൾ വരുന്നുണ്ടോ? നമ്മുടെ സഭയ്ക്ക് യാമപ്രാർത്ഥനകളുണ്ട്. യാമപ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതായ വിവിധങ്ങളായ യാമങ്ങളിലുള്ള പ്രാർത്ഥനകളാണ്. ഓരോ ദിവസവും നാം പ്രാർത്ഥിക്കാൻ ചുമതലയുള്ളവരാണ്
ഡിവൈഡ് ചെയ്ത് തിരിച്ച് 7 യാമ പ്രാർത്ഥനകൾ നമുക്കുണ്ട്. ഓരോ ദിവസവും നാം ഓരോരുത്തരും 7 യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരാണ്. 7 യാമ പ്രാർത്ഥനകൾ ഓരോ ദിവസവും നാം ചൊല്ലാൻ നമുക്ക് കടമയുള്ളവരാണ്. പിന്നെ പ്രാർത്ഥിക്കുമ്പോ കുമ്പിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് സഭ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യാമ പ്രാർത്ഥനകൾക്ക് യാമ നമസ്കാരങ്ങൾ എന്നും പേരുണ്ട്. ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും സഭ പറയുന്നു 7 യാമ പ്രാർത്ഥനകൾ നാം നിവർത്തിക്കണം. ഈ യാമങ്ങളിൽ അതാത് യാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ യാമപ്രാർത്ഥനകളുണ്ട്. യാമപ്രാർത്ഥനകളെ യാമ നമസ്കാരങ്ങൾ എന്ന് പറയാറുണ്ട്. നമസ്കാരം എന്ന് പറഞ്ഞാൽ കുമ്പിടുക. നാം കുമ്പിട്ട് പ്രാർത്ഥിക്കാൻ കടമയുള്ളവരാണ്. 7 നേരം പ്രാർത്ഥിക്കാറുണ്ടോ? 7 നേരം പ്രാർത്ഥിക്കാറുണ്ടോ? 2 നേരം പ്രാർത്ഥിക്കാറുണ്ടോ? ചെറുപ്പിടയ്ക്ക് അല്ലേ? സാധിക്ക വലുതാകുമ്പോ എല്ലാ നേരവും പ്രാർത്ഥിക്കണം കേട്ടോ. പറഞ്ഞു തരാം എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഇനി നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാല് നിങ്ങൾക്കെല്ലാം ദൈവവിശ്വാസം ഇല്ലേ? ഈ സഭയുടെ സത്യവിശ്വാസം യഥാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളിലാണ്. നമ്മുടെ ആരാധനാ ഗീതങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിലുമെല്ലാം നമ്മുടെ സത്യവിശ്വാസം അടങ്ങിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ആരാധനാ ഗീതങ്ങളിലും പ്രാർത്ഥനകളിലും ഏറ്റവും കൂടുതൽ അതിന്റെ കണ്ടന്റ് എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതലുള്ളത് ബിബ്ലിക്കലായിട്ടുള്ള കൊട്ടേഷൻസ് ആണ്. അതായത് നമ്മുടെ ഹോളി ബൈബിളിൽ നിന്ന് അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വചനഭാഗങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ കൂടുതലും ഉള്ളത്. അത് കൂടാതെ 5-ാം ദൂതൻ അതിന് വായിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കേട്ടോ? കേട്ടിട്ടുണ്ടോ? 5-ാം ദൂതൻ എത്രാമത്തെ? 5-ാം ദൂതൻ അതെങ്ങനെയാ തുടങ്ങുന്നത്? 5-ാം ദൂതൻ നാളെ കേട്ടതല്ലേ? അത് തുടങ്ങുന്നത് എങ്ങനെയാ? സ്ലീഹായിട്ടെടുത്തതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ചിരിക്കുന്നവരെയും കേൾക്കാറില്ലേ? അപ്പോ നമ്മുടെ പ്രാർത്ഥനകളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ മാത്രമല്ല ഉള്ളത്. Our prayers are not limited to what is there in the Holy Bible. അതിനോടൊപ്പം നിക്കിയായിലും കുസ്തന്തീനവും പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 സുന്നഹദോസുകളെയും കേൾക്കാറില്ലേ? ഇതൊക്കെ വായിക്കുന്നേ എന്താണെന്ന് നിങ്ങളിങ്ങനെ വണ്ടടിക്കല്ലേ? നിക്കിയായിലും കുസ്തന്തീനവും പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 സുന്നഹദോസുകളെയും. സുന്നഹദോസ് എന്ന് പറഞ്ഞാല് തിരുമേനിമാരുടെ ഒരു മീറ്റിംഗാണ്. അങ്ങനെ തിരുമേനിമാരും മീറ്റിംഗ് എല്ലാം കൂടി നമ്മുടെ സത്യവിശ്വാസത്തെ കുറിച്ച് അനേക കാര്യങ്ങൾ ചർച്ച ചെയ്യും. അനേക കാര്യങ്ങൾ അവർ പ്രാർത്ഥിച്ച് ചിന്തിക്കും. എന്നിട്ട് നമ്മളെ പഠിപ്പിക്കും. ആ പഠിപ്പിക്കലുകളെല്ലാം നമ്മുടെ പ്രാർത്ഥനകളിലുണ്ട്, നമ്മുടെ ആരാധനാ ഗീതങ്ങളിലുണ്ട്. കർത്താവ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത അനേക കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളിലുണ്ട്. നമ്മുടെ സഭാപിതാക്കന്മാർക്കുണ്ടായ റെവലേഷൻസ് അല്ലെങ്കിൽ വെളിപാടുകൾ നമ്മുടെ പ്രാർത്ഥനകളിലുണ്ട്. ഒരു സഭാപിതാവിനുണ്ടായ പ്രാർത്ഥനയാണ് ഒരു സുറിയാനി ക്രിസ്ത്യാനി അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റുചൊല്ലുന്നത്. അതേതാണ്? നിങ്ങളുടെ ഇതുവരെയുള്ള ലൈഫില് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചൊല്ലിയ പ്രാർത്ഥന ഏതാണ്? ഒരാൾ പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. വേറെ ആൻസറുകളുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചൊല്ലിയ പ്രയർ ഏതാണ്? അത് ഒരു സഭാപിതാവിന് ലഭിച്ച ഒരു റെവലേഷൻ അല്ലെങ്കിൽ
വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. അതേതാണ് മോസ്റ്റ് റിപ്പീറ്റഡ്. അതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ചൊല്ലുന്നത് അല്ല. ഒരു കാവയിൽ നമ്മൾ 3 times റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാവയിൽ 3 times റിപ്പീറ്റ് ചെയ്തെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ എത്ര കാവൽ ചൊല്ലിയിട്ടുണ്ടാവും? ഒരിക്കലും എന്റെ വെച്ചില്ലല്ലേ. നമുക്ക് അസ്യൂം ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ 1000 കൗമകൾ ചൊല്ലിയെന്ന് വിചാരിച്ചു. അപ്പൊ എത്ര തവണ ദൈവമേ പരിശുദ്ധനാവുന്നു എന്നുള്ളതെന്ന് പറയാതെ ചൊല്ലി 3000 times സ്വർഗസ്നായ പിതാവേ ചൊല്ലിയപ്പോ റോങ് അല്ല. ബട്ട് ഐ ആസ് മോസ്റ്റ് റിപ്പീറ്റഡ്. ഏറ്റവും കൂടുതൽ ചൊല്ലിയ പ്രാർത്ഥന ഏതാ? ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ഈ ദൈവമേ നീ പരിശുദ്ധനാവുന്നു എന്ന് പറയുന്ന പ്രാർത്ഥന യഥാർത്ഥത്തിൽ നമ്മുടെ സഭാപിതാക്കന്മാരിൽ ഒരാൾക്കുണ്ടായ ഒരു വെളിപാട്, ഒരു റെവലേഷന്റെ ബേസിസിലാണ് ആ പ്രയർ കംപ്ലീറ്റഡ് ആയത് കേട്ടോ. അത് ഓർത്ത് വെച്ചോളാം. ഓർ ഇഗ്നാത്തിയോസ് നൂറോണോ എന്ന് പറയുന്ന പിതാവിനാണ് ആ സ്വർഗീയ ദർശനം ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രാർത്ഥന നാം ഇന്ന് ചൊല്ലുന്ന രീതിയിലായത്. ദ മോസ്റ്റ് റിപ്പീറ്റഡ് പ്രയർ. നിങ്ങൾക്ക് പേടി തോന്നാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പേടി തോന്നാറുണ്ടോ? നിങ്ങൾക്ക് പേടി തോന്നുമ്പോ ഇന്ന് മുതൽ നിങ്ങൾക്ക് എപ്പ പേടി തോന്നുന്നോ നിങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് മുതൽ എപ്പ പേടി തോന്നുന്നോ, പരീക്ഷയെ കുറിച്ച് പേടി, ഏലിയാസാറിനെ കുറിച്ച് അവരും വലിയ പേടി അല്ലേ? കണ്ടത്തൊരു പേടിയോ സൈസ. അപ്പൊ ഏലിയാസാറിനെ കാണുമ്പോൾ നിങ്ങൾ പ്രാർത്ഥന ചൊല്ലിക്കും, ദൈവമേ നീ പരിശുദ്ധനാവുന്നു അല്ലേ? നിങ്ങൾക്ക് എപ്പ പേടി തോന്നുന്നോ നിങ്ങൾ അപ്പ ചൊല്ലേണ്ട പ്രാർത്ഥന ഏതാ? ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഇത് ചൊല്ലിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് ധൈര്യം നിങ്ങളിലേക്ക് വരുന്നവരാണ്. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഞങ്ങളെ രക്ഷിച്ചവൻ നീയാവുന്നു, നിനക്ക് ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ഒരുപാട് ശക്തിയുണ്ട്. ഇങ്ങോട്ട് വാ. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, ഓരോ ദിവസവും നാം എല്ലാവരും 7 യാമപ്രാർത്ഥനകൾ ചൊല്ലാൻ കടപ്പെട്ടവരാണ്. പക്ഷെ 7 യാമപ്രാർത്ഥനകൾ ചൊല്ലാൻ പലപ്പോഴും നമുക്ക് സാധിച്ചെന്ന് വരില്ല. അതിൻ്റെതായ സമയം കേട്ടോ. സമയം ഞാൻ എഴുതിയിട്ടുണ്ട്. ഓരോ യാമപ്രാർത്ഥനയും ചൊല്ലേണ്ട സമയം എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അത് ചൊല്ലാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് പറ്റിയിരുന്നില്ല. നിങ്ങൾ സ്കൂളിലായിരിക്കും, സാറ് കോർട്ടിലായിരിക്കും, കോടതിയിലായിരിക്കും, ഷെർലി ടീച്ചർ ഓഫീസിലായിരിക്കും, ഷീന ടീച്ചർ പഠിപ്പിക്കുകയായിരിക്കും, ഞാൻ കിടന്ന് ഉറങ്ങുകയായിരിക്കും. ഉറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും? ഇല്ല, ഉറങ്ങില്ലേ? വളരെ പ്രധാനപ്പെട്ടതല്ലേ. ഈ ക്ലാസ്സിൽ ചിലർക്കൊക്കെ ഉറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ ഉറങ്ങും? ഈ മനുഷ്യൻ സമ്മതിക്കണ്ടേ ഉറങ്ങാൻ? അപ്പോ 3 മണിക്ക് 9 മണി നേരത്തെ പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥന, 9 മണിക്ക് രാത്രി സൂത്താന പ്രാർത്ഥന, രാത്രി 12 മണിക്ക് എഴുന്നേറ്റിട്ട് പാതിരാത്രി പ്രാർത്ഥന കഴിക്കണം. 6 മണിക്ക് രാവിലെ പ്രഭാത പ്രാർത്ഥന, 9 മണിക്ക് 3 മണി നേരത്തെ പ്രാർത്ഥന, 12 മണിക്ക് വീണ്ടും 6 മണി പ്രാർത്ഥന കഴിക്കണം. സാധിക്കാത്തത് കൊണ്ട് സഭ എന്ത് ചെയ്തു? സഭയ്ക്ക് നമ്മളോട് വളരെ സ്നേഹമായതുകൊണ്ട് എന്ന് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ആദ്യത്തെ 3 പ്രാർത്ഥനകൾ 9 മണി, സന്ധ്യ, സുത്താറ നിങ്ങൾ വൈകുന്നേരം ചൊല്ലിയാൽ മതി. ഇന്ന് നമ്മള് സന്ധ്യാ പ്രാർത്ഥന എന്ന് പറയുന്ന പറഞ്ഞു ചൊല്ലുന്നത് ഈ 3 നേരത്തെ പ്രാർത്ഥനകളാണ്. പിന്നീട് അതിരാവിലെ എഴുന്നേറ്റ് 6 മണിക്ക് മുൻപ് വേണമെന്നാണ് പാതിരാത്രിയുടെയും പ്രഭാതത്തിന്റെയും 3 മണിയുടെയും 6 മണിയുടെയും പ്രാർത്ഥനകൾ ഒരുമിച്ച് ചൊല്ലിത്തീർക്കണം. എന്നാലേ ഒരു ദിവസത്തെ പ്രാർത്ഥനകൾ കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി ഈ പ്രാർത്ഥനകളെ കുറിച്ച് ആ സൈഡിൽ തിരുമേനി പറയണം. ആ തിരുമേനി ആദ്യം പരിചയപ്പെടണം.
തിരുമേനി അച്ഛനായിരിക്കുമ്പോൾ ഈ പള്ളിയിൽ ഒരുപാട് നമുക്ക് ക്ലാസ് ഇപ്പോഴിടയ്ക്ക് വരാറുണ്ട്. അച്ഛനത് വന്നിരുന്നു തോന്നുന്നു. തിരുമേനി നമ്മളോട് ഈ യാമ പ്രാർത്ഥനകളെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. ഇവിടെയല്ലേ എല്ലാവരും ശ്രദ്ധിച്ചോടെ ഞാൻ ചോദിച്ചു. സംബന്ധിച്ചാണ് 7 നേരത്തെ പ്രാർത്ഥന അവിടെ പറയുന്നത്. 7 നേരത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യാമം തോറുമുള്ള പ്രാർത്ഥന ഉണ്ടാകും. ഒന്നാമത്തെ പറയുന്നത് പാതിരാത്രി പ്രാർത്ഥനയാണ്. പാതിരാത്രി 12 മണി പാതിരാത്രി പ്രാർത്ഥനകൾ ബന്ധപ്പെട്ട് എന്താണ് നാം ചിന്തിക്കേണ്ടത്? പാതിരാത്രിയിൽ നമ്മുടെ കർത്താവ് പിടിക്കപ്പെട്ടു. പാതിരാത്രിയിലാണ് കർത്താവ് പിടിക്കപ്പെട്ടത്. നമ്മൾ പാതിരാത്രി പ്രാർത്ഥന നടത്തണം. 12 മണി അതെല്ലാം സൗകര്യത്തെ പ്രതി 2 സമയങ്ങളിൽ നടത്താറുണ്ട്. കർത്താവ് പാതിരാത്രി പിടിക്കപ്പെട്ടതുകൊണ്ട് പാതിരാത്രി പ്രാർത്ഥിക്കാതെ ഇരിക്കരുത്. പാതിരാത്രി കഴിഞ്ഞാൽ പ്രഭാത പ്രാർത്ഥന 6 AM 6 മണിക്ക് പ്രഭാത പ്രാർത്ഥന. പ്രഭാത പ്രാർത്ഥന എന്താണ് നാം ചിന്തിക്കുന്നത്? പ്രഭാതത്തിൽ കർത്താവ് വിധിക്കപ്പെട്ടു. പിലാത്തോസിന് പ്രഭാത പ്രാർത്ഥന പറഞ്ഞാൽ കർത്താവ് വിധിക്കപ്പെടുകയാണ്. പാതിരാത്രി വിധിക്കപ്പെട്ടു, പ്രഭാതത്തിൽ കർത്താവിനെ വിധിക്കുകയാണ്. 3-ാം മണി നേരത്തെ പ്രാർത്ഥന, അടുത്ത പ്രാർത്ഥന. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞാൽ 3-ാം മണി നേരത്തെ പ്രാർത്ഥന. 3-ാം മണി നേരത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ന്യായമാണ്. 3-ാം മണി നേരം അത് യഹൂദക്രമം രാവിലെയാണ് മണി പറയുന്നത്. നമുക്കത് 3-ാം മണി നേരം എന്ന് പറഞ്ഞാൽ ന്യായം. 3-ാം മണി നേരത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കർത്താവിനെ ധാരണയായ കുരിശു ചുമത്തിക്കുകയാണ്. 3-ാം മണി നേരത്തെ പ്രാർത്ഥന. 6-ാം മണി നേരത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണി. 6-ാം മണി നേരത്ത് കർത്താവ് ക്രൂശിക്കപ്പെടുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് 6-ാം മണി നേരത്തെ പ്രാർത്ഥന. മധ്യാഹ്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവിനെ ക്രൂശിക്കുകയാണ്. നട്ടുച്ചയ്ക്ക് ഇരുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദുർബലിയാഴ്ച എല്ലാം 2 തിരി ഊതിവെക്കും. മധ്യാഹ്നം 2 തിരി ഊതി നട്ടുച്ചയ്ക്ക് ഇരുട്ടുണ്ടായിരുന്നു. അടുത്തത് 9-ാം മണി നേരത്തെ പ്രാർത്ഥനയാണ്. 3 മണിക്കൂർ നേരം താൻ ക്രൂശിക്കാൻ തന്നെയായിരുന്നു. 9-ാം മണി നേരത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് 3 PM. 9-ാം മണി നേരത്ത് കർത്താവ് മരിച്ചു. 3 PM. 9-ാം മണി നേരത്തെ പ്രാർത്ഥന നടത്താം. 9-ാം മണി നേരത്തെ പ്രാർത്ഥനകളെല്ലാം നോക്കിയാൽ ആ പ്രാർത്ഥനയെല്ലാം മരിച്ചു കൊടുക്കുകയുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. ഈ രഹസ്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥന മുഴുവൻ വിളിച്ചത് 9-ാം മണി നേരത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാം വാങ്ങിപ്പാൻ കടലിനെ എന്നുള്ള പ്രാർത്ഥനയാണ് 9-ാം മണി നേരത്തെ പ്രാർത്ഥന. അടുത്തത് സന്ധ്യാപ്രാർത്ഥന. സന്ധ്യാപ്രാർത്ഥന 6 PM. സന്ധ്യയ്ക്ക് കർത്താവിനെ കുരിശിൽ നിർത്തി 7:30 അടക്കി. അതാണ് 9 PM. ചൂത്താറാം. ഇങ്ങനെ സൂര്യാസ്ത സമയം സംബന്ധിച്ചിടത്തോളം 7 പ്രാർത്ഥനകളാണ്. സൂര്യാസ്ത സമയം സംബന്ധിച്ചാണ് 7 നേരത്തെ പ്രാർത്ഥന. നിങ്ങളോട് 7 യാമ പ്രാർത്ഥനകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ ഓരോ യാമ പ്രാർത്ഥനയും എപ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് നിങ്ങൾ ഓർക്കണം, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിന്റെ തന്നെ ഏറ്റവും വലിയ ഉദ്ദേശം എന്തായിരുന്നു? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കുരിശിൽ മരിക്കുക എന്നുള്ളതായിരുന്നു. അവന്റെ മരണത്തിലൂടെയാണ്
നമുക്കൊരു ജീവിതം കിട്ടിയത്. നമുക്ക് നിത്യജീവൻ കിട്ടുന്നത് യേശുക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കുരിശിൽ മരിച്ചതുകൊണ്ടാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ കുരിശിലുള്ള മരണത്തെ നമ്മൾ എപ്പോഴും ധ്യാനിക്കാനുള്ള കടമ നമുക്കുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് യേശുക്രിസ്തു ഇത്രയും വേദനകൾ സഹിച്ചത്. നമ്മൾ ഓരോരുത്തരുടെയും പാപങ്ങളുടെ പരിഹാരമായിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്. യേശുക്രിസ്തു അവന്റെ ശരീരത്തിൽ ഇത്രയും വേദന അനുഭവിച്ചത് നമ്മൾ ഓരോരുത്തരുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ്. അപ്പോ നമ്മൾ ഓരോ യാമപ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോഴും യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ആ കുരിശു മരണത്തെ ധ്യാനിക്കാൻ നമുക്ക് കടമയുണ്ട്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ എല്ലാവരും കേട്ടതല്ലേ, പാതിരാത്രി സമയത്താണ് യേശുക്രിസ്തുവിനെ അവര് വിളിച്ചുകൊണ്ട് പോയത്. പ്രഭാതത്തിലാണ് അവർ യേശുക്രിസ്തുവിനെ വിസ്തരിച്ചത്. 3-ാം മണി നേരത്താണ് ആ വിസ്താരത്തിന് ശേഷം യേശുക്രിസ്തുവിനെ അവര് കുരിശു മരണത്തിനായി വിധിച്ചതും ഒരു കുരിശ് ചുമപ്പിച്ചതും. 6-ാം മണി സമയത്താണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടത്. 9-ാം മണി സമയത്താണ് യേശുക്രിസ്തു കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചത്. സന്ധ്യയ്ക്കാണ് യേശുക്രിസ്തുവിനെ ആരൊക്കെയാ കുരിശിൽ നിന്ന് ഇറക്കിയത്? 2 പേര് ചേർന്ന് ഇറക്കിയത്. ഇത് ആരൊക്കെയാ? വെള്ളിയാഴ്ച നമ്മളത് കേൾക്കുന്നതാണ്, നമ്മൾ പാടുന്നതുമാണ്. യേശുക്രിസ്തുവിനെ 2 പേര് ചേർന്ന കുരിശിൽ നിന്ന് ഇറക്കിയത് ആരൊക്കെയാ? നാട്ടിൽ ധാർമ്മികനായി വാഴും യൗസേപ്പെന്നോതും അങ്ങനെ പാടുന്നുണ്ട്. ആരൊക്കെയാ കുരിശിൽ നിന്ന് ഇറക്കിയത്? യൗസേപ്പും നിക്കോദീമോസും ചേർന്ന് യേശുക്രിസ്തുവിനെ കുരിശിൽ നിന്ന് ഇറക്കിയ സമയമാണ് സന്ധ്യ. സുതാരണ സമയത്തുള്ള യേശുക്രിസ്തുവിനെ ഇതുവരെ ആരെയും അടക്കാത്ത ഒരു കല്ലറയിൽ കബറടക്കി. അതിനെല്ലാം ഒത്തിരി പ്രത്യേകതകളുണ്ട്. അപ്പൊ ഓരോ യാമ പ്രാർത്ഥനകളിലും യേശുക്രിസ്തു നമുക്ക് വേണ്ടി അനുഷ്ഠിച്ചതായ ആ വലിയ ബലിയെ കുറിച്ച് ധ്യാനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. ഒരു കാര്യം അവസാനിപ്പിക്കാം. 12:30 ആവാനായി. യേശുക്രിസ്തു പിടിക്കപ്പെട്ടത് പാതിരാത്രിയിലാണെങ്കിലും യേശുക്രിസ്തു ജനിച്ചതും യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതും പാതിരാത്രിയിലാണ്. അപ്പൊ പാതിരാത്രിയിലുള്ള പ്രാർത്ഥന നാം ചൊല്ലുമ്പോ യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോ ഓർക്കണം, യേശുക്രിസ്തു പിടിക്കപ്പെട്ടത് മാത്രമല്ല, യേശുക്രിസ്തു ജനിച്ചതും യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതും പാതിരാത്രിയായിരുന്നു. പ്രഭാതത്തിലാണ് നാം കണ്ടു യേശുക്രിസ്തു വിസ്തരിക്കപ്പെട്ടത്. എന്നാൽ അതോടൊപ്പം നമ്മുടെ കർത്താവിന്റെ ആ കബറിടത്തിലേക്ക് സുഗന്ധദ്രവ്യങ്ങളുമായി ആ ശരീരത്തിൽ പൂശുവാൻ സ്ത്രീകൾ പോയതും പ്രഭാതത്തിലായിരുന്നു. 3-ാമത് നേരത്താണ് യേശുക്രിസ്തു വിധിക്കപ്പെടുകയും ക്രൂശ് അദ്ദേഹത്തെ ചുമപ്പിക്കുകയും ചെയ്തത് എന്ന് പറയുമ്പോഴും ഓർക്കണം, പെന്തിക്കോസ്ത് ദിവസത്തിൽ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ചതും 3-ാം മണി നേരത്തായിരുന്നു. 6-ാം മണി നേരത്ത് നാം കണ്ടു യേശുക്രിസ്തു കുരിശിക്കപ്പെട്ടു. 9-ാം മണി നേരത്ത് നാം കണ്ടു യേശുക്രിസ്തു കുരിശിൽ മരിച്ചു. സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് നാം ധ്യാനിക്കേണ്ടത് അവനെ കുരിശിൽ നിന്ന് ഇറക്കിയെന്ന ആ സംഗതിയോടൊപ്പം നമ്മുടെ കർത്താവ് മർക്കോസിന്റെ മാളികയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും സന്ധ്യാസമയത്താണ്. അവസാനം സുത്തായുടെ സമയത്ത് നാം യേശുക്രിസ്തുവിന്റെ കബറടക്കം സ്മരിക്കുകയും അതോടൊപ്പം ശിഷ്യന്മാരുമൊത്ത് ഗെത്സമന തോട്ടത്തിൽ യേശുക്രിസ്തു പ്രാർത്ഥിച്ചതും അവന്റെ വിയർപ്പ് രക്തമായി മാറിയതുമെല്ലാം സുത്താര സമയത്താണെന്ന് നാം മറക്കരുത്. ഈ പ്രാർത്ഥനകളിലെല്ലാം നാം അനേക കാര്യങ്ങൾ സ്മരിക്കുന്നുണ്ട്. അത് ഇനിയുള്ള ക്ലാസ്സിൽ പറയാം.
പക്ഷേ പരിപൂർണമായ അനുതാപത്തിന്റെ റിപ്പന്റൻസിന്റെ പ്രാർത്ഥനയാണ് സുതാര പ്രാർത്ഥന. ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികളാണെങ്കിലും ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. വലുതാവുമ്പോൾ സമയത്തിന്റെ ക്രമീകരണം അനുസരിച്ച് നിങ്ങൾ വലുതാവുന്നതിനോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും കൂടി കൂടി വരണം. അപ്പൊ നാം എന്തെല്ലാം കണ്ടു? നാം എന്തിനു പ്രാർത്ഥിക്കണം? ദൈവകൃപയുടെ വാതിൽ തുറക്കാൻ വേണ്ടി, ദൈവത്തിന് നമ്മളോട് കരുണ തോന്നുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിക്കുന്ന രീതികൾ പദ്യത്തിലൂടെയും ഗദ്യത്തിലൂടെയും അല്ലെങ്കിൽ പോയം ആൻഡ് പ്രോസ് രണ്ട് രീതികളിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ സഭയ്ക്ക് നമ്മുടെ ആരാധനാ വർഷത്തിൽ ഒരു സ്ലീബാകാലമുണ്ട്, കെന്താകാലമുണ്ട്. നാം 7 നേരത്തെ പ്രാർത്ഥനകൾ, യാമപ്രാർത്ഥനകൾ ഏതൊക്കെയാണെന്നും ഏതൊക്കെ സമയത്തും അത് പ്രാർത്ഥിക്കണമെന്ന് കണ്ടു. യാമപ്രാർത്ഥനകൾ നമ്മുടെ കർത്താവിന്റെ കുരിശു മരണവുമായി എത്രമാത്രം ബന്ധിക്കപ്പെട്ടാലിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അത് മാത്രമല്ല, ഈ ഓരോ യാമങ്ങളിലും നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലെ സുപ്രധാനമായ പല സംഭവങ്ങളും നടന്നിരുന്നു എന്ന് നാം കണ്ടു. അപ്പോൾ യാമപ്രാർത്ഥനകളിൽ നമ്മുടെ കർത്താവിനെ ധ്യാനിക്കുകയും അവന്റെ കുരിശുമരണം ധ്യാനിക്കുകയും അവന്റെ ജീവിതത്തിലെ സുപ്രധാനപ്പെട്ട സംഭവങ്ങൾ ധ്യാനിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്.